കൂട്ടുകാരെ അങ്ങനെ അതെ ഇന്ന് 2 ഐറ്റം അത്യാവശ്യം 2 കടകളിൽ കൊടുക്കേണ്ടതാണ്. അപ്പം ഇത് പാക്ക് ചെയ്ത് വെച്ച് ഞാനപ്പം ഇത് അർത്തിങ്കലാണ് കൊടുക്കേണ്ടത്. കണ്ട എന്നാണ് കണ്ട അപ്പം എൻ്റെ കൂടെ പറഞ്ഞ് ഞാനും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ കാരണം എന്താ ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് പോവുകയാണ്. കൂട്ടുകാരെ ഓരോന്ന് എടുത്ത് വണ്ടിയെ വെക്കുന്നത് കണ്ട. വലുത് ശരണ്യൊക്കെ പൊങ്ങത്തില്ല, ഞാൻ എടുക്കാവേ. ഹെൽമറ്റ് എടുത്തേക്കണേ. അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് പോവുകയാണ് കടയിലേക്ക്. ഇത് വെച്ചിട്ട് വെക്കാം. പോയി ശനിയുടെ ഫോൺ എടുത്തില്ല. അമ്മ ആ ഫോൺ എടുത്തോ ദിവാങ്കോട്ടയിൽ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ പോയിട്ടൊക്കെ വരാം. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിത് ബേക്കറി ഐറ്റം സാധനമൊക്കെ കൊടുത്ത് കടപ്പുറം വരെ ശരണ്യക്കൊരാഗ്രഹം പച്ച മീൻ നേരിട്ട് മേടിക്കണം കടപ്പുറത്തുനിന്ന്. അപ്പം അതിനു വേണ്ടി പോയി. അപ്പം നമുക്ക് പോയാലോ കൂട്ടുകാരെ. അങ്ങനെ അതെ സാധനം കൊടുക്കാൻ പോയി വന്ന വഴി ഇതേ ഒന്ന് ഇത് കടപ്പുറവും കൂടി ആയ കാരണം ഇച്ചിരി മീൻ കൂടി നോക്കിയേക്കാൻ നോക്കും. അതെ ശരണ്യ അതേ മുന്നേ നടക്കണ കണ്ട. മത്തി മതിയെന്ന് 1 കിലോ വേണം 2 കിലോ വേണം? 1 മതിയല്ലേ? അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ നേരിട്ട് പോയി പച്ച മീൻ കിട്ടുന്നെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ലേ. നമുക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഒത്തിരി വള്ളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. 1-2 വള്ളം കൂടിയേ വള്ളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ മുഹമ്മയിലുള്ള തന്നെ ചേട്ടനെ കണ്ടായിരുന്നു. ചേട്ടനെ ഇവിടെ മീനിന്റെ പരിപാടിയാണല്ലേ? എന്താണ് ചുമടല്ലേ? പേര് പറഞ്ഞു കൊടുത്തേ. കുഞ്ഞുമോൻ. ഒരുപാട് സന്തോഷം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എത്ര മണിക്ക് വരുന്നതാണ്? രാവിലെ 5:30 ആ. എത്ര മണിക്കാണ് തിരിച്ചു പോകണം? ആണല്ലേ? വള്ളം തീരാറായ വന്ന്? ആ. അപ്പൊ നമുക്കിനി കാണാം കേട്ടാ. പൊള്ളുന്ന ചൂടിലും പിടക്കുന്ന മത്തിയുമായി അങ്ങനെ ശരണ്യതേ മേടിച്ച മീൻ കൊണ്ടുവന്ന് വണ്ടിയെ. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. ഇത് നമ്മുടെ ചേർത്തല ചെത്തിക്കടപ്പുറം ആണ് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം വീട്ടിലേക്ക് പോകും മുമ്പായിട്ട് തന്നെ കൂട്ടുകാരെ ഇന്നലെ ഞങ്ങൾ സെയിൽ പോയ വഴി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചേച്ചീനെ പരിചയപ്പെട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം. ആ ചേച്ചീനായിട്ട് ഒന്ന് പരിചയപ്പെട്ടേച്ചും മറ്റു വീട്ടിലെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ അതെ ഞങ്ങൾ കായ്പ്പുറത്ത് ഒരു കട സെയിലിന് വന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ
ഡെയിലി. അതെ. അപ്പൊ ഒന്ന് പേര് പറഞ്ഞു കൊടുത്തേ. എന്റെ പേര് ശാന്ത എന്നാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഭർത്താവും. പിള്ളേരൊക്കെ ജോലിക്കാരാണ് അവര്. അതെ. ഒരാള് കർണാടകത്തിലും ഒരാള് വീട്ടിലുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സബ്സ്ക്രൈബറെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ നിങ്ങളെല്ലാരെയും എവിടെയെങ്കിലൊക്കെ വെച്ചൊന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം. അച്ഛനെയും കണ്ട്. അമ്മയും കൊച്ചു അവളെ തിരക്കെന്ന് പറഞ്ഞേക്കണം. കണ്ടപ്പോ എന്നോട് പറഞ്ഞു എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുന്നുണ്ട്. അപ്പൊ ശരി ശരി. പിന്നെ മത്തി ഇവിടെ കൂട്ടുകാരെ, ഇത് ശരണ്യ വന്ന വഴി ചീരയും മേടിച്ചിട്ടുണ്ട് അല്ലേ? ഇത് പറഞ്ഞു കൊടുത്ത് ചീരയും മേടിച്ചപ്പോ നല്ലത് മത്തി നമുക്ക് അമ്മേനെ കാണിച്ചു കൊടുക്കാം. അമ്മ 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 ഓടിയെത്തി. ഞങ്ങള് കടപ്പുറത്ത് പോയി. ഞങ്ങള് മറ്റേ ഇത് മേടിക്കാൻ പോയ വഴി ചീരയും കിട്ടി. ഇന്നത്തെ കറി വെപ്പ് ഇത്. അതെ അതെ. മത്തിയും ചീരയാണ് ഇന്നത്തെ. അപ്പൊ വേറൊരു കാര്യം ഉണ്ടല്ലോ ശനി, നമ്മൾ ഈ മത്തിക്കറിയും ചീരക്കറിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ കറി വെക്കുന്ന വീഡിയോയൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ അല്ലേ? ചെറിയ വീഡിയോ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.